ഹലോ ഗൈസ്, ഞാനും സവിത ചേച്ചിയും കൂടി ഒന്ന് ബീച്ചിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ട് 3-4 ദിവസമായി. അപ്പോൾ ഇന്ന് ഫൈനലി ബീച്ചിലോട്ട് ഞങ്ങൾ പോകുവാണ്. മഴയോ ഇതൊക്കെ അതുകൊണ്ട് രണ്ടുപേർക്കും ഭയങ്കര മടി. അവസാനം സൈക്കിളിലാണ് ഞങ്ങൾ പോണത്. സൈക്കിൾ കൊണ്ട് മടുത്തിട്ട് സൈക്കിളത്തെ ഉന്തിക്കൊണ്ട് പോകുവാണ്. അപ്പോൾ സവിത ചേച്ചി സൈക്കിൾ ഉണ്ടാന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി വാങ്ങിച്ചു ഉന്തി. അങ്ങനെ ഞങ്ങൾ സൈക്കിൾ ഉന്തി ബീച്ചിന്റെ ഏതൊക്കെ പരിസരത്ത് എത്തി. ഏത് ബീച്ചാന്ന് ഞാൻ പറഞ്ഞില്ല, അഴീക്ക് ബീച്ചിലാണ് നമ്മൾ പോണത്. അങ്ങനെ കുറെ ആൾക്കാർ നോക്കുവാണ്, ഈ പെണ്ണുങ്ങൾക്ക് എന്താ വട്ടാണ് സൈക്കിൾ ഉണ്ടായിട്ട് ചവിട്ടിക്കൊണ്ട് പോകാതെ ഉന്തിക്കൊണ്ട് എന്തിനാ പോകണം എന്നുള്ളൊരു ഭാവത്തിലാണ് അവരൊക്കെ നമ്മളെ നോക്കണം. അങ്ങനെ നമ്മളിത് ബീച്ചിൽ എത്തി. ഇത് ബീച്ചിന്റെ ഒരു ചെറിയൊരു പാലാണ്. അപ്പുറത്തൊക്കെ കുറെ പാലങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ കൂടി കുറെ ഇതായതുകൊണ്ട്, കുറെ ദൂരം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഓടിയാ പോണേ. അപ്പോൾ ഇതേ കുറെ അഴികളും കാര്യങ്ങളൊക്കെ സൈഡിലായിട്ടൊക്കെ ഉണ്ട്. നമ്മളിത് ബീച്ചിലെത്തി. അപ്പോൾ സൈക്കിള് സൈഡിൽ ഒതുക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളിത് കടലിലോട്ട് പോവുകയാണ്. സോ അതിന്റെ കാഴ്ച കാണാവുന്ന കുറെ കടയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നലെ ഹോളിഡേ ഒന്നും അല്ലാഞ്ഞുകൊണ്ട് കുറെ കടകളൊന്നും തുറന്നിട്ടുണ്ടായില്ല. 1-2 കടകളൊക്കെ മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഭയങ്കരമായിട്ടുള്ള കടലായിരുന്നു. മഴയൊക്കെ ഭയങ്കര ആയതുകൊണ്ട് ഭയങ്കര കടലായിരുന്നു. ഭയങ്കര രൂക്ഷമായിട്ടുള്ള തിരമാലകളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. സാധാരണ ഇങ്ങോട്ടൊന്നും അങ്ങനെ ഒത്തിരി കടലിൽ കയറാത്തതാണ്, പക്ഷെ എന്തോ മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര തിരമാലകളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പട്ടിഷയൊക്കെ കാണിച്ച്, പിന്നെ ഫോട്ടോ എടുക്കൽ നടന്നില്ല. അതുകൊണ്ട് ഞങ്ങളതേ കടലിൽ ഒന്ന് കാല് നനക്കാന്ന് കരുതി. അപ്പോൾ ഞാൻ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു അത്ര ഇതായിട്ട് പോകണ്ട, ചേച്ചിക്ക് പേടിയാണ്, അതുകൊണ്ട് ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെന്തേ കൈ പിടിച്ച് കാല് നനക്കാനായിട്ട് വന്നേക്കാണ്. കാരണം ചേച്ചിക്ക് പേടിയാണ്. സോ ഞങ്ങൾ ഒത്തിരി കടലിന്റെ അറ്റത്തോട്ടൊന്നും പോയില്ല, അങ്ങോട്ട് ഇറങ്ങിയൊന്നുമില്ല. സൈഡിൽ നിന്ന് കാല് ജസ്റ്റ് ഒന്ന് നനച്ച് അത്രേ ഉള്ളൂ. പിന്നെ കുറെ നേരം കടലിന്റെ ഭംഗിയൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ്. ഓരോ തിരമാലകൾ വരുമ്പോഴൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു കുഞ്ഞു ചെറുക്കനുണ്ടായിരുന്നു, അവൻ കടലിലെ മണ്ണൊക്കെ മാന്തി അതിന്റെ ഉള്ളിൽ ഇരിക്കണം, അങ്ങനെ എന്തോ സെറ്റപ്പായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് കുഞ്ഞു പിള്ളേരും ഫാമിലിയും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള ആളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്നാലും കുറച്ച് 5-10 പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വൈകുന്നേരമാണ് പോയത്. ഒരു 5:30 സമയത്താണ് പോയത്. അവിടെ എത്തിയപ്പോഴത്തേക്കും 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇരുട്ടി ചെറുതായിട്ടൊന്ന് വൈകിയത് കൊണ്ട് നമ്മൾ പിന്നെ ഒത്തിരി നേരം ഒന്നും നിൽക്കാനായിട്ട് പോയില്ല. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് നമ്മളിങ്ങോട്ട് പോകുന്നു. പിന്നെ നമ്മളോടത്ത് ഒരു ചായ കുടിക്കാമെന്ന് അങ്ങനെ ഒരു കടയിൽ കയറി. ഒത്തിരി തട്ടുകടകളൊന്നും ഇല്ലായിരുന്നു, 2-3 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കടയിൽ നമ്മൾ കയറി ചായയും മുട്ട ബജിയും കൂടി ആദ്യം കഴിച്ച്. പിന്നെ നമ്മൾ വേറൊരു കടയിൽ കയറിയിട്ട് അവിടെ വെച്ചിട്ട് കപ്പയും പോട്ടിയും അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അത് കഴിക്കാനുള്ള അതിയായ മോഹം കൊണ്ട് നമ്മളൊരു കപ്പയും പോട്ടിയും പറഞ്ഞു. പിന്നെ ഒരു 2 ചായയും കൂടി പറഞ്ഞായിരുന്നു, ബൂസ്റ്റിട്ട ചായ. അങ്ങനെ ബൂസ്റ്റിട്ട ചായയും കപ്പയും പോട്ടിയും പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും കപ്പയും പോട്ടിയും വന്ന്. അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല വെന്ത കപ്പയും നല്ല പൊട്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കപ്പയും പൊട്ടിയും കഴിക്കാനും അത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള തിരക്കിലൊക്കെ ഇരുന്ന്. അങ്ങനെ അതേ പോട്ടി കപ്പയിലോട്ടിട്ട് ഞങ്ങൾ കുഴച്ച് കപ്പയും പൊട്ടിയും കൂടി കഴിച്ചു. കപ്പയുടെയും പൊട്ടിയുടെ ടേസ്റ്റ് കൊണ്ട് നമ്മൾ പ്ലേറ്റ് കാലിയാക്കി. അങ്ങനെ നമ്മൾ കൈയൊക്കെ കഴുകി ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളത് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.